പശ്ചിമബംഗാളിൽ കാലങ്ങളായി തന്നെ തൃണമൂൽ ഗുണ്ടകളുടെയും നേതാക്കളുടെയും ലൈംഗിക പീഡനത്തിന് ഇരയാകുന്ന സന്ദേശ് ഖാലിയിലേക്ക് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള BJP സംഘമെത്തിയപ്പോൾ അവരെ പോലീസ് തടഞ്ഞിരിക്കുന്നു. അവിടെ എത്തിയ കോൺഗ്രസിൻ്റെ പശ്ചിമബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും. അങ്ങനെ സംഘർഷപൂരിതമായ ഒരു നാടകീയമായ രംഗങ്ങളാണ് പശ്ചിമബംഗാളിൽ നിന്ന് വരുന്നത്. കേന്ദ്ര മന്ത്രിമാരായ പ്രതിമ ഭൗമിക്ക്, അന്നപൂർണമാദേവി, MP-മാരായ സുനിത ദുഗ്ഗൽ, കവിത പതിദാർ, സംഗീത യാദവ്, ബ്രിജ്ലാൽ തുടങ്ങിയവരായിരുന്നു ഈ പറയുന്ന സന്ദേശ് ഖാലിയിലേക്ക് ഗോത്രവർഗത്തിൽപ്പെടുന്ന സ്ത്രീകളാണ്. കഴിഞ്ഞ ദിവസമാണ് 11 ദിവസമായി അവിടെ സമരം തുടങ്ങിയിട്ടുണ്ട്. അന്നു മുതൽ ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം ഈ വാർത്ത കൃത്യമായി തന്നെ എല്ലാ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നൊരു വാർത്ത കൂടിയാണ്. ഇവിടെ ഒരു കൂട്ടം സ്ത്രീകളെ, ഷാജഹാൻ എന്ന് പറയുന്ന ഒരു TMCയുടെ നേതാവ്, ഈ നേതാവിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ED റെയ്ഡിനെത്തിയപ്പോൾ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ED ആക്രമിച്ചതാണ്. ഇപ്പോൾ ഈ മാന്യൻ ഒളിവിലാണ്. ഇയാളുടെ ഗുണ്ടകളും ചേർന്നാണ് ഗ്രാമീണരുടെ ഭൂമി തട്ടിയെടുക്കുകയും ഇവിടുത്തെ സ്ത്രീകളെ കാലാകാലങ്ങളായി പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വലിയൊരു ലൈംഗിക പീഡനത്തിൻ്റെ കഥ പുറത്തു വരുമ്പോൾ നാണം കെട്ട മമത അവിടെ എത്തുന്ന നേതാക്കന്മാരെ, BJPയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും തടയുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുമ്പോൾ കോൺഗ്രസ് പറയുന്നു പശ്ചിമ ബംഗാൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.